പ്രണയകാലം. സാറിനി പൊയ്ക്കോളൂ, വീട്ടിലേക്ക് അല്പം നടക്കാനുള്ളൂ, ഞാൻ നടന്നോളാം, കല്ലു പതിയെ പറഞ്ഞു. ഏയ്, അങ്ങനെ പോയാൽ ശരിയാവുമോ? ഇപ്പോൾ ഞാൻ വന്നതിൻ്റെ തന്നെ യഥാർത്ഥ ഉദ്ദേശം മികച്ച നടനെ ഒന്ന് ആദരിക്കലാണ്, അമീർ പതിയെ പറഞ്ഞു. എന്താ? കല്ലു സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ആ, നിന്റെ അച്ഛനെ. എന്തൊരഭിനയമായിരുന്നു! അങ്ങേരെ ഒന്ന് കണ്ട് രണ്ട് അഭിനന്ദനം പറഞ്ഞില്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. കിടന്ന ഉറക്കം പോലും വരില്ല, അമീർ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അത് വേണോ സാർ? അല്ലെങ്കിലും സാറും അച്ഛനും പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ തന്നെ മുൻജന്മ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ അച്ഛൻ സാർ പറയുന്നതൊന്നും താഴ്ന്നു നിന്ന് കേൾക്കണമെന്ന് പോലുമില്ല. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായാലും ചുറ്റുവട്ടത്തുള്ളവർ കേട്ടാലും ഒന്നും അച്ഛനതൊരു പ്രശ്നമേ അല്ല, കല്ലു മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അമീർ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അവൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു ദൃഢത ഉണ്ടായിരുന്നു. ഇനിയും അവനെ എതിർക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന് അവൾക്കും അറിയാമായിരുന്നു. കാർ മുന്നോട്ട് നീങ്ങവേ കല്ലുവിന് തൻ്റെ ജീവിതം വല്ലാത്തൊരു ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്ന് തോന്നി. ആരൊക്കെയോ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നു. ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്ന ചിലർ ഒരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോകുന്നു. കല്ലു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സാർ, ഇവിടെ വരെ വണ്ടി പോവുകയുള്ളൂ, ഇറങ്ങി നടക്കേണ്ടി വരും. പഞ്ചായത്ത് വക റോഡ് നിർമ്മാണം നടക്കുകയാണിപ്പോൾ, അതുകൊണ്ട് സൈക്കിളോ മറ്റോ മാത്രമേ അതിലൂടെ കടത്തിവിടൂ. നോ പ്രോബ്ലം, നമുക്ക് നടക്കാം, കാർ അവിടേക്ക് ഇടാം. അമീർ പെട്ടെന്ന് തന്നെ കാർ ഒരു വീടിൻ്റെ അരികിലേക്ക് ഒതുക്കി. സാറിനെ ഇപ്പോൾ ഞാൻ എൻ്റെ അതിഥിയായിട്ടാണ് കാണുന്നത്, സാറും അങ്ങനെ കണ്ടാൽ മതി. വീട്ടിൽ വന്ന് അച്ഛനെ ചോദ്യം ചെയ്യാനോ എനിക്ക് വേണ്ടി വാദിക്കാനോ നിൽക്കരുത്. ഇതൊന്നും കൊണ്ട് സാർക്കൊരു ലാഭവുമില്ലല്ലോ, അവൾ ഓർമ്മിപ്പിച്ചു. അമീർ പതിയൊന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു ഇതുവരെ ഞാൻ പറഞ്ഞതൊന്നും ആ തലക്കകത്തേക്ക് കയറിയിട്ട് പോലുമില്ല എന്ന്. തനിക്ക് മുന്നേ ഒരു പരിചയക്കുറവുമില്ലാതെ വളവും തിരിവും നടന്നു പോകുന്നവനെ കാണെ കല്ലുവിൻ്റെ നെറ്റിയൊന്ന് ചൊളിഞ്ഞു. സാർ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? എന്താ? മുന്നിൽ നടക്കുന്നവൻ തിരിഞ്ഞൊന്ന് നോക്കി. ഡോക്ടർക്ക് വഴി നല്ല ധാരണയുള്ള പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. മുന്നേ ഇതുവഴി വന്നിട്ടുണ്ടോ എന്ന്. എത്രയോ വട്ടം. അവൻ്റെ ഉള്ളിൽ നിന്നും പൊടുന്നനെ ഒരു ഉത്തരം പുറത്തു ചാടി. കല്ലുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. ആർക്കൊപ്പം? നിനക്ക്, നിന്റെ ഒപ്പം. അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. എപ്പോൾ? കല്ലു ആകാംക്ഷയോടെ ചോദിച്ചു. നീ തനിച്ചാവുമ്പോഴൊക്കെയും നിഴൽ പോലെ ഞാനും ഉണ്ടായിരുന്നല്ലോ. നീ എൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ലേ കല്ലുവേ എന്നകമേ അവൻ ചോദിച്ചു. പുറമേക്ക് അവൻ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. കല്ലു പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. ഉത്തരം പറയാൻ താല്പര്യമില്ലാത്തപ്പോഴാണ് അമീർ അങ്ങനെ ചിരിക്കാറ്. പിന്നെ ആ കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല. ആൾ അതുപോലെ പിന്നെയും ചിരിച്ചു കളയും, ഉത്തരം തരാതെ തന്നെ. എന്തോ ആലോചിച്ച് നടന്നതും വഴിയരികിലെ കല്ലിലോ മറ്റോ തടങ്ങി അവൾ വീഴാനാഞ്ഞതും പെട്ടെന്നായിരുന്നു. അമീർ ഞൊടിയിടയിൽ അവളെ ചേർത്ത് നിർത്തി. തനിക്ക് അഭിമുഖം നിൽക്കുന്നവളെ അത്രയും അടുത്ത് കാണെ അവൻ്റെ ആത്മനിയന്ത്രണം അത്രയും തെറ്റുന്ന പോലെ തോന്നി അവന്. ഹൃദയം വല്ലാതെ പിടയുന്നു. അവൾ കേൾക്കുന്നു അത്. സൂക്ഷിക്കണ്ട കല്ലുവേ, നടവഴിയിൽ മുഴുവൻ ചതിക്കുഴികളാണ്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീയും സൂക്ഷിക്കണം. അവളുടെ പിടയുന്ന മിഴികളിൽ നോക്കി പതിയെ നെറ്റിയിലേക്ക് ചാഞ്ഞ മുടിയിഴകൾ ഒന്ന് തടവി വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ ദേഹത്തെ പിടിയഴിച്ച് അവൻ മുന്നോട്ട് നടന്നു. എങ്ങു വാ, സ്വപ്നം കണ്ടു നിൽക്കാതെ, അമീർ കൈനീട്ടി തരിച്ചു നിൽക്കുന്നവളെ നോക്കി വിളിച്ചു. ഒരു കുഞ്ഞു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മുഖവും വീർപ്പിച്ച് കെട്ടി ആൾ പിന്നാലെ വരുന്നുണ്ട്. ഓ, ഞാൻ നെറ്റിയിലൊന്ന് തൊട്ടത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അമീർ ചുണ്ടൊന്നു കോട്ടി പിറുപിറുത്തു. വീട്ടിലേക്കൊന്ന് നോക്കിയ കല്ലു അവിടെ തന്നെ തരിച്ചു നിന്നുപോയി. എന്താ നടത്തം നിർത്തിയേ? കണ്ണു മിഴിച്ചു നിൽക്കുന്നവളെ നോക്കി അമീർ ചോദിക്കവേ അവളുടെ ചുണ്ടറിയാതെ മന്ത്രിച്ചു. ആനിയമ്മയും അപ്പച്ചനും. അവളുടെ നോട്ടം പോകുന്ന സ്ഥലത്തേക്ക് നോക്കിയ അമീറും അവരെ നോക്കി നിന്നുപോയി. അല്ലുവിൻ്റെ പോസ്റ്റുകളിൽ പലവട്ടം കണ്ട മുഖങ്ങൾ. കല്യാണിക്ക് ജന്മം കൊടുക്കാൻ കഴിയാതെ പോയ രണ്ടുപേർ. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇന്ന് കല്ലുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ തന്നെയാണ്. അതിൽ തർക്കമില്ല താനും. മുന്നിലേക്ക് നടക്കവെയാണ് അവരുടെ തൊട്ടരികിൽ നിൽക്കുന്ന അച്ഛനെയും ചെറിയമ്മയെയും ശ്രദ്ധിക്കുന്നത് പോലും. കല്ലുവിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഇപ്പോൾ പൊട്ടും എന്ന പോലെ അത് നിയന്ത്രണം വിട്ടുമിടിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ മുഖത്ത് തന്നെ കൊല്ലാൻ തക്കവണ്ണം ദേഷ്യം നിറഞ്ഞിരിക്കുന്നു എന്നത് കാണെ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. പക്ഷെ അവളെ ഒരു നോക്ക് കണ്ടപാടെ ആനയുടെയും അവറാച്ചൻ്റെയും മിഴികൾ നിറഞ്ഞു പോയിരുന്നു. ചുണ്ടിൽ പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന പുഞ്ചിരിയും. വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് അതിനോടകം കല്ലു ഊഹിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. അതിനുമപ്പുറം അമീറിനെ കാണെ ശേഖരൻ്റെ മിഴികളിൽ തീയാളുന്നുണ്ടായിരുന്നു.
ഒരക്ഷരം മിണ്ടാതെ കൂടെയുള്ളവനെ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കാൻ പോലും മറന്ന് അവൾ പേടിച്ച രണ്ട് മുഖത്തോടെ ആനിയമ്മക്കരികിലേക്ക് നിന്നു. അമീർ അവളുടെ ഭയം കാണെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾക്കൊപ്പം തന്നെ അകത്തേക്ക് കയറിയിരുന്നു. ഒരുപാട് നേരമായോ വന്നിട്ട്? അവളുടെ നെറുകയിൽ തലോടുന്ന കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ആനിയോടായി ചോദിച്ചു. കുറച്ചു നേരമായി. ഞങ്ങളൊന്ന് വിശദമായി പരിചയപ്പെട്ടു, ആനി അല്പം കനത്തിൽ തന്നെ പറഞ്ഞു. കല്ലുവിൻ്റെ കണ്ണുകൾ ഒരു വേള അച്ഛനിലേക്കും ചെറിയമ്മയിലേക്കും നീണ്ടു. അവർക്കിപ്പോൾ തന്നെ തനിച്ച് കിട്ടിയാൽ കൊന്നു കുഴിച്ചു മൂടാനുള്ള അത്രയും ദേഷ്യമുണ്ടെന്ന് കല്ലുവിന് തോന്നി. ഇവരൊക്കെ ആരാടി? അപ്പച്ചനും അമ്മച്ചിയുമാണത്രേ. നീയൊക്കെ ഇവിടെ നിന്ന് ബാഗും തൂക്കി ഇറങ്ങുന്നത് ജോലിക്ക് തന്നെയാണോടി പിഴച്ചവളെ? അതോ പുതിയ സമ്പന്നക്കാരെ ഉണ്ടാക്കാനോ? ശേഖരൻ്റെ വായിൽ നിന്നും കേട്ടാൽ അറക്കുന്ന വാക്കുകൾ ഒഴുകിയെത്തി. കല്ലു അയാളുടെ ഉഗ്രകോപത്തിൽ ഒന്ന് കിടുങ്ങിപ്പോയി. ശേഖരൻ ആനിയുടെ അരികിൽ നിന്നും കല്ലുവിനെ പിടിച്ചു വലിച്ച് മുന്നോട്ട് നിർത്തി. അയാൾ പിടിച്ചു വലിച്ച കൈ തടവിക്കൊണ്ട് തലയും താഴ്ത്തി നിൽക്കുന്നവളെ കാണെ അമീറിന് നൊന്തു. അതിലുപരി അവറാച്ചനും ആനിക്കും. പറയടി നാശം പിടിക്കാൻ ഉണ്ടായവളെ, എവിടെയൊക്കെ പോയി തിണ്ടി നിരങ്ങിയിട്ടാണ് നീ വൈകുന്നേരം ഇങ്ങോട്ട് കയറി വരുന്നത്? ഇനിയും വരുമോ നിനക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളുകൾ? തൊലിവെളുപ്പ് പോലുമില്ല, പിന്നെ നീ എന്ത് കാണിച്ചിട്ടാടി ആളെ കൂട്ടുന്നത്? അയാൾ അവൾക്ക് നേരെ ചീറി. തൊലിവെളുപ്പ് കൊണ്ടല്ല, സ്വഭാവശുദ്ധി കൊണ്ടാണ് അവൾ ആളെ കൂട്ടുന്നത്, ആനി പൊടുന്നനെ മുന്നോട്ട് കയറി നിന്നുകൊണ്ട് പറഞ്ഞു. ശേഖരൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കുറുകി. അമീർ പതിയെ അവറാച്ചൻ അരികിലേക്ക് നീങ്ങി നിന്നു. അമീർ ഡോക്ടറല്ലേ? അവറാച്ചൻ അടക്കത്തിൽ അമീറിനെ നോക്കി ചോദിച്ചു. അമീറിൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞു. ആ അതെ, എങ്ങനെ മനസ്സിലായി? അവനും സ്വകാര്യം പോലെ ചോദിച്ചു. അല്ലുമോള് പറഞ്ഞിട്ടുണ്ട്. അവറാച്ചൻ കണ്ണൊന്നിറുക്കി ചിരിച്ചു. ആനിക്കറിയില്ല, എനിക്കറിയാം. കള്ളത്തരം പിടിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ അമീറും തിരികെ ഒന്ന് ചിരിച്ചു. ദേ, ഇത് ഞങ്ങളുടെ വീടാ, ഇവിടെ കയറി വന്ന ആളാവാൻ നോക്കണ്ട. ഇത് ഞാനും എൻ്റെ മകളുമായുള്ള പ്രശ്നമാണ്. ശേഖരൻ ആനിയെ രൂക്ഷമായി ഒന്ന് നോക്കി. ദേ ക്ലവ, നിങ്ങളുടെ വിരട്ടൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയില്ലേ? ദേ ഈ നിൽക്കുന്നവളുടെ ചൊറിയമ്മ, അവരോട് കാണിച്ചാൽ മതി. ഇല്ലെങ്കിൽ വിവരമറിയും. പണിയെടുത്ത് തഴമ്പിച്ച കൈയാണ്. ആണാണെന്നോ പ്രായത്തിന് മൂത്തതാണെന്നോ ഞാൻ നോക്കില്ല. തെറ്റ് കണ്ട കൊടുത്തിട്ടേ പിന്നെ സംസാരമുള്ളൂ. ആനി കല്ലുവിനെ പിറകിലേക്ക് നീക്കി ശേഖരൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. കുടുംബത്ത് വലിഞ്ഞു കയറി വന്ന് മെക്കെട്ട് കയറുന്നോ? വസുമതി ആനിക്ക് നേരെ ചീറി. ദേ പെണ്ണുമ്പിള്ള, വലിഞ്ഞു കയറി വന്ന കണക്ക് പറയുകയാണെങ്കിൽ ഈ നിൽക്കുന്ന കല്ലുവിൻ്റെ അമ്മയുടെ കുടുംബസ്വത്തല്ലേ ഈ വീടും സ്ഥലവും? അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളും മക്കളുമാണ് ഇവിടെ അധികപ്പറ്റ്. ആനി തറപ്പിച്ച് അവരെ ഒന്ന് നോക്കി. വസുമതിക്ക് മുഖത്തടി കിട്ടിയ പോലെയായി. അവൾ തൊട്ടുപുറകിൽ നിൽക്കുന്ന കല്ലുവിനെ വലിച്ചു പിടിച്ച് തനിക്ക് നേരെ നിർത്തി. ഉരുമ്പെട്ടവളെ, നീ കാരണമല്ലേ ഓരോ തെരുവു പട്ടികൾ കുടുംബത്ത് വന്ന് കുരക്കുന്നത്? വസുമതി ശക്തിയായി കൈവീശി കല്ലുവിൻ്റെ കൈയിലേക്ക് ആഞ്ഞടിച്ചു. ഞൊടിയിടയിൽ ആനിയുടെ കൈ വസുമതിയുടെ കരണത്ത് പതിഞ്ഞിരുന്നു. ചെവി കൂട്ടി അടിച്ചൊരടി, പടക്കം പൊട്ടുന്ന ഉച്ചയിൽ ഒരടി, ശരീരമൊട്ടാകെ മരവിച്ചു പോയൊരടി. വസുമതി നിന്ന നിൽപ്പിൽ ആടിയുലഞ്ഞു. കല്ലു ഞെട്ടിത്തെറിച്ച് ആനിയമ്മയെ നോക്കി. ശേഖരൻ ഒരടി പിന്നിലോട്ട് മാറി. അവറാച്ചൻ ഭാവമാറ്റമൊന്നുമില്ലാതെ അങ്ങനെ നിന്നു. എന്തേ ഇത്ര വൈകിപ്പോയി എന്ന പോലെ. അമീറിൻ്റെ കണ്ണുകൾ കൗതുകം പൂണ്ടു. കൊള്ളാം, ആള് വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? അമീർ അവറാച്ചനെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് അടക്കത്തിൽ ചോദിച്ചു. ഏയ്, നാട്ടുകാരുടെ നെഞ്ചത്ത് മാത്രം. അവറാച്ചനും ശബ്ദമടക്കിക്കൊണ്ട് അമീറിനെ നോക്കി. അമീറിന് പൊടുന്നനെ ചിരി വന്നു. ഞാൻ കത്തിക്കയറാൻ വന്ന സീനായിരുന്നു, ഒറ്റയടിക്കാ നിങ്ങളുടെ ഭാര്യ മിന്നിച്ചത്, അമീർ പറഞ്ഞു. ഡോക്ടർക്ക് വേറെ അവസരം തരാം. ഇത് അവൾ കല്ലുമോളെ പരിചയപ്പെട്ട അന്നു മുതൽ ആ നിൽക്കുന്ന സ്ത്രീക്ക് ഓങ്ങി വെച്ചതാ, അവറാച്ചൻ മറുപടി പറഞ്ഞു. ഭാവി അപ്പച്ചനും അമ്മച്ചിയും കൊള്ളാം. അവൻ ഉള്ളാലെ ചിരിച്ചുപോയി. അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, എന്നെ ഇതാ ഇവിടെ ഇട്ട് തല്ലിക്കൊല്ലുന്നേ. രണ്ട് കാലും ഒന്ന് നിലത്തുറച്ചപ്പോൾ വസുമതി ഉറക്കി നിന്ന് അലറി. എടാ മോനെ നന്ദ, നീ ഇത് കണ്ടില്ലേടാ അമ്മയെ തല്ലിയത്? അവിടെ നന്ദന് നേരെ തിരിഞ്ഞുകൊണ്ട് കവിൽ കാണിച്ചു കൊടുത്തു. ഇനി ഞാൻ പോകുന്നവരെ നീ വായ തുറന്ന പച്ചക്ക് കത്തിക്കോ ഞാൻ നിന്നെ, ആനി വസുമതിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തറപ്പിച്ചു പറഞ്ഞു. ഞൊടിയിടയിൽ വസുമതിയുടെ വായ അടഞ്ഞുപോയി. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നേ? വീട്ടിൽ വന്ന അമ്മയെ തല്ലുന്നോ? ശേഖരന് പുറകിൽ നിന്ന നന്ദൻ പൊടുന്നനെ രോഷം കൊണ്ട് വിറച്ചു. ചേച്ചിക്ക് എങ്ങനെ കിട്ടുന്നു ഇതുപോലെ ഉള്ളവരെ? കഴിഞ്ഞ വട്ടം ഒരു പെണ്ണ് വന്ന അച്ഛനോട് എന്തൊക്കെയോ തർക്കുത്തരം പറഞ്ഞു പോയി. ഇപ്പോൾ അതും പോരാഞ്ഞിട്ട് അമ്മയെ തല്ലുന്നു. ചേച്ചി ഇതൊക്കെ കണ്ട് രസിക്കുകയാണോ? നന്ദൻ കല്ലുവിന് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ചേച്ചിക്ക് ഇതുപോലെ എത്രയോ തല്ലി ഇവിടെ നിന്നും കിട്ടിയിരിക്കുന്നു. അപ്പോഴും മോന് ഈ രോഷമൊക്കെ ഉണ്ടായിരുന്നോ? ആനിയിൽ പുച്ഛം നിറഞ്ഞു. ഇതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യമല്ലേ, നിങ്ങളാരാ അതിൽ ഇടപെടാൻ? ശരി, സമ്മതിച്ചു,
നിങ്ങളുടെ കുടുംബകാര്യം തന്നെ. നീ നേരെ ചൊവ്വേ നിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നവനായിരുന്നുവെങ്കിൽ ആർക്കും ഇങ്ങനെ വന്ന് ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു. നിന്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ കൊണ്ട് നിന്റെ ചേച്ചിയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് നീയും കൂടെ ചേർന്നിട്ടല്ലേ? ആനിയുടെ കണ്ണുകൾ നിന്ന് കത്തി. നന്ദൻ പൊടുന്നനെ ചൂളിപ്പോയി. അയാൾക്ക് അത്രമാത്രം പ്രായമൊന്നുമില്ല. പോരാത്തതിന് അത്യാവശ്യം സാമ്പത്തികവും ഉണ്ട്. ചേച്ചിക്ക് സുഖമായി ജീവിക്കാനുള്ളതൊക്കെയും അവിടെ ഉണ്ട്. നന്ദൻ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആനിയെ നോക്കി ലാഘവത്തോടെ പറഞ്ഞു. കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അമീർ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ആത്മനിയന്ത്രണം വീണ്ടെടുത്തുകൊണ്ടിരുന്നു. നട്ടലില്ലാത്ത നായെ, ഈ പാവത്തിനെ വിറ്റ് തിന്നിട്ട് നിനക്കൊക്കെ ജീവിക്കണമല്ലേടാ? തെരുവിൽ പോയി ഒരു വെള്ളത്തുണി വിരിച്ചിരുന്നാലും ഇതിലും അന്തസ്സുണ്ട്. ആനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. മതിയായില്ലടി നിനക്ക്? ഈ കുടുംബത്തിലെ നിന്റെ അവസാനത്തെ പ്രതീക്ഷയല്ലായിരുന്നോ ഈ നിൽക്കുന്ന നിന്റെ ആങ്ങള? അവരും മറുകണ്ഠം ചാടിയത് കണ്ടില്ലേ? ഇനി നീ എന്ത് നോക്കിയിട്ടിരിക്കുക? പോരെ കൊച്ചേ, ഞങ്ങളുടെ കൂടെ പോരെ? പൊന്നുപോലെ നോക്കിയേക്കാം. വരില്ലേ നീ? പറഞ്ഞു തീരുമ്പോഴേക്കും ആനിയുടെ സ്വരം ഇടറിയിരുന്നു. വരില്ല അവൾ. കരഞ്ഞ് കാല് പിടിച്ചാലും വരില്ല. അമീർ കല്ലു മറുപടി പറയും മുമ്പേ അവളുടെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. എനിക്ക് പറ്റില്ല ആനിയമ്മേ, എന്നോട് ക്ഷമിക്കണം. ഇവർ എന്നെ എങ്ങനെയോ കണ്ടോട്ടെ, പക്ഷേ എനിക്കങ്ങനെ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. ഞാൻ ഈ നിമിഷം നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞുണ്ടാക്കൂ എന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ഞാൻ കാരണം എൻ്റെ കൂടെപ്പിറപ്പുകളെ ഭാവി നശിപ്പിക്കരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കിളവനെ കെട്ടാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ആനിക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നുപോയി. മറുപടിയായി കല്ലു ഒന്ന് ചിരിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ വരുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ പ്രഭാകരന് താലി കെട്ടാൻ എൻ്റെ ശവം പോലും ഞാൻ വിട്ടുകൊടുക്കില്ല. അത് വേറെ കാര്യം. പിന്നെ എൻ്റെ പോയ പഠിപ്പും എൻ്റെ ജോലിയും എല്ലാം ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. എൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് വിട്ട് ഞാൻ പേടിച്ചോടിയിട്ട് കാര്യമില്ലല്ലോ. കല്ലുവിൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു മൂർച്ച. കല്ലുവിൻ്റെ വാക്കുകൾ കേൾക്കെ വസുമതി തല്ലുകൊണ്ട വേദന മറന്ന് ഉള്ളിൽ ചിരിച്ചു. ഇര ഇപ്പോഴും തങ്ങളുടെ കൈപ്പിടിയിൽ തന്നെ എന്ന പോലെ. നീ ചാടിയാലും ഏതുവരെ ചാടും എന്ന പോലെ. പക്ഷേ ശേഖരന് മുന്നിൽ നിന്ന് സംസാരിക്കുന്നവളിൽ വല്ലാത്തൊരു മാറ്റം തോന്നി തുടങ്ങിയിരുന്നു. പേടിച്ചും ഒതുങ്ങിയും പതറിയും സംസാരിച്ചിരുന്നവരിൽ നിന്നും അവൾ ചെറുതല്ലാത്തൊരു ദൂരം താണ്ടി മുന്നോട്ട് നടന്നിരിക്കുന്നു. ഇനിയും ഏറെ നേരം നടന്നാൽ അവളെ തങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന് തോന്നി ശേഖരന്. അമീർ ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന കല്ലുവിൻ്റെ മുഖത്തേക്കൊന്നൊന്ന് ഉറ്റുനോക്കി. ഞൊടിയിടയിൽ അവളും അവനിലേക്കൊരു നോട്ടം തൊടുത്തുവിട്ടു. എൻ്റെ ആത്മവിശ്വാസം അത്രയും നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാണ്, നിങ്ങളുടെ ഒരാളുടെ വാക്ക് വിശ്വസിച്ചാണ് എന്ന പോലെ. അമീർ ഒന്ന് ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി. ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയാതെ പറഞ്ഞു. അത് കാണെ കല്ലുവിൽ ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പ് ഉയർന്നു. മൗനം എത്ര മനോഹരമായി വാക്കുകളില്ലാതെ സംസാരിക്കുന്നു. ഇരുവരും അത്ഭുതം പൂണ്ടു. ശരി, നിന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു. നീ പറയുന്ന പോലെ നിന്റെ പെറ്റമ്മ ഉറങ്ങുന്ന മണ്ണ്, നിനക്ക് വേണ്ടി അവർ കാത്തുവെച്ച സമ്പാദ്യം, അതൊക്കെ മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ പോരാൻ നിനക്ക് മടിയുണ്ടാവും. പക്ഷേ എനിക്ക് ഈ ഭൂമിയിൽ നിന്നെ മാത്രമേ സ്വന്തം മോളായി കാണാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ കാത്തിരിക്കും. അപ്പച്ചനും. കടമകളൊക്കെ തീർത്ത് നീ വന്നേക്കണം. കല്ലു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ആനിയമ്മക്ക് വാക്ക് നൽകി. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നേക്കാം. ആനി തിണ്ണയിൽ വെച്ചിരുന്ന ബാഗ് തോളിലേക്ക് എടുത്തിട്ടുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി പറഞ്ഞു. വരണം. 2 ആഴ്ച കഴിഞ്ഞാൽ എന്തായാലും വന്നേക്കണം. അല്ലെങ്കിലും മോളുടെ വിവാഹത്തിന് അപ്പച്ചനും അമ്മച്ചിയും എന്തായാലും വരണമല്ലോ. കല്യാണം നമുക്ക് അങ്ങ് ആഘോഷമാക്കണം. ശേഖരൻ ക്രൂരമായ ഒരു ഭാവത്തോടെ ആനിയമ്മക്ക് നേരെ നോക്കി വെല്ലുവിളി ഉയർത്തി. ആനിയുടെ ചുണ്ടിൻ്റെ കോണിൽ പരിഹാസം വിരിഞ്ഞു. അങ്ങനെ ഒന്ന് നടക്കണമെങ്കിൽ ആനി ഇഹലോകവാസം വെടിഞ്ഞിരിക്കണം. ആനയും വിട്ടുകൊടുത്തില്ല. ആനി പൊടുന്നനെ നന്ദൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. നിന്നെ അവൾക്ക് വലിയ കാര്യമാണ്, അതോർത്തോ. ഇവരുടെ കൂടെ കൂടാനാണ് നിന്റെ ഭാവമെങ്കിൽ ഒരു കാലത്തും ഇവളുടെ കണ്ണുനീരിൻ്റെ മുകളിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിന്നെ കൊണ്ടാവില്ല. നന്ദന് നേരെ വിരൽ ചൂണ്ടി ആനി അത് പറഞ്ഞു നിർത്തുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു തരം വികൃതമായ ഒരു ചിരിയായിരുന്നു. ആനിയും അവർ അച്ഛനും ഒരിക്കൽ കൂടെ കല്ലുവിനോട് യാത്ര പറഞ്ഞു. അവൾക്ക് വേണ്ട ആത്മവിശ്വാസവും നൽകിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ട് വാ. അവർ അച്ഛൻ അമീറിനെ നോക്കിയൊന്ന് ചിരിച്ചു. ഉറപ്പായും വന്നിരിക്കും. അമീർ വാക്കുകൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊരു ഭാവത്തിൽ ശേഖരൻ അമീറിനെ നോക്കി. അമീർ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന പോലെ അയാളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. എല്ലാം ഇപ്പോൾ ആനിയമ്മ പറഞ്ഞിട്ട് പോയതല്ലേ, ഇനി അതിൽ കൂടുതലൊന്നുമില്ല. എന്നാ വരട്ടെ അച്ഛാ. അമീർ അത്രയും പറഞ്ഞുകൊണ്ട് നന്ദനെ നേരെ തിരിഞ്ഞു. നീ ഇങ്ങ് വാ, ഒരു കൂട്ടം പറയാനുണ്ട്. അമീർ നന്ദൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഒന്ന് കുതറിക്കൊണ്ട് നന്ദൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയ അമീറിൻ്റെ പിടുത്തം ഒന്നുകൂടെ മുറുകിയിരുന്നു. ഏയ്, ബലം പിടിക്കാതെ അളിയൻ വാ. അമീർ ഒന്ന് കണ്ണിറുക്കി അവനെ ഒന്നുകൂടെ നോക്കി. ചേച്ചിയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചോളാം. നന്ദൻ അനിഷ്ടത്തോടെ മുഖം വെട്ടിച്ചു.
നിന്റെ ചേച്ചിയുടെ കാര്യം നീ തന്നെ തീരുമാനിച്ചോ. പക്ഷെ അറക്കലെ അജ്മൽ എന്ന എൻ്റെ സഹോദരൻ്റെ കാര്യം എനിക്ക് തീരുമാനിച്ചല്ലേ പറ്റൂ. അമീർ ഗൗരവത്തോടെ അവനെ നോക്കി. അജ്മൽ, ആ പേര് കേട്ട പാടെ നന്ദൻ്റെ മുഖം വിളറി. കള്ളത്തരം പിടിക്കപ്പെട്ട പോലെ അവൻ പരിഭ്രമിച്ചു. അത്രയും രഹസ്യമായി വെച്ചിരുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരുവൻ കൂടെ അറിഞ്ഞിരിക്കുന്നു. നന്ദൻ അമീറിനെ തന്നെ ഉറ്റുനോക്കി. അമീർ പൊടുന്നനെ അവന് നേരെ തൻ്റെ ഫോൺ നീട്ടി. അതിൽ തെളിഞ്ഞു വരുന്ന വീഡിയോ കാണെ നന്ദന് തലകറങ്ങുന്ന പോലെ തോന്നി. താൻ അജ്മലിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി തിരികെ മയക്കുമരുന്ന് കൊടുക്കുന്ന ഒരു വീഡിയോ, അതും ഞങ്ങളുടെ താവളത്തിൽ നിന്നും എടുത്തത്, ആരും കാണാതെ ജീവൻ പണയം വെച്ചെടുത്തൊരു വീഡിയോ. നന്ദൻ പകപ്പോടെ അമീറിനെ നോക്കി. ഇതെന്താണെന്നറിയാമോ? അമീർ മൊബൈലിലേക്ക് ഒന്നും കണ്ണ് കാണിച്ചുകൊണ്ട് ചോദിച്ചു. നന്ദൻ നാവ് നഷ്ടപ്പെട്ടവനെ പോലെ നിന്നു. നിന്റെ ഭാവി അതാണിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്, അമീർ വീറോടെ പറഞ്ഞു. തിരിഞ്ഞു നടക്കാൻ നിനക്ക് ഞാൻ ഒരു അവസരം തരുന്നു. നീയായിട്ട് തുടങ്ങി വെച്ച ലഹരിയുടെ ഒരു ചങ്ങല അത് നീയായിട്ട് തന്നെ പൊട്ടിച്ചെറിയണം. ഇല്ലെങ്കിൽ അമീർ നന്ദന് നേരെ വിരൽ ചൂണ്ടി. നിന്റെ തുടർന്നുള്ള ജീവിതം ജയിലിലാവട്ടെ എന്ന് ഞാനങ്ങ് തീരുമാനിക്കും. ഒരു പക്ഷേ നീ തുടർന്ന് ജീവിക്കണോ എന്ന് പോലും. നന്ദൻ ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ കൂടെ കല്ലുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് അമീർ മുന്നോട്ട് നടന്നു. തൊട്ടടുത്ത നിമിഷം അമീറിൻ്റെ ഫോൺ ബെല്ലടിച്ചു തുടങ്ങിയിരുന്നു. സ്ക്രീനിൽ ആ പേര് തെളിഞ്ഞു വന്നു. കാശിനാഥൻ. കാശി അന്നേരം വല്ലാത്തൊരു പരിഭ്രമത്തിലായിരുന്നു. കല്ലുവിൻ്റെ വീട്ടിന് തൊട്ടരികെയുള്ള ഒരാളാണ് പറഞ്ഞത് പ്രഭാകരൻ്റെ വിവാഹാലോചന അവൾക്ക് വന്നതിനെപ്പറ്റി. ആദ്യം കേട്ടത് അത്രയും വിശ്വസിക്കാൻ പ്രയാസം തോന്നി. കാര്യം എന്തൊക്കെയായാലും അത്രയും കല്ലുവിൻ്റെ വീട്ടുകാർ തരം താഴുമെന്ന് ചിന്തിക്കാൻ കൂടെ തനിക്ക് തോന്നിയില്ല. അങ്ങനെ സംശയിച്ചിരിക്കവെയാണ് നന്ദനെ ഒരു നോക്ക് കാണുന്നത്. അവൻ തന്നെ കണ്ട മാത്രയിൽ ഇല്ലാത്ത തിരക്ക് അഭിനയിക്കുന്നതും തൻ്റെ ചോദ്യവും പറച്ചിലുകളിൽ നിന്നും ഓടി ഒളിക്കാനുള്ള ഒരു തരം വ്യഗ്രത കാണിക്കുന്നതും കാണവേ അവൻ്റെ സംശയങ്ങൾ അത്രയും ബലപ്പെടുകയായിരുന്നു. പക്ഷേ നന്ദൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കില്ല. എങ്കിലും അവൻ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നത് വ്യക്തം. ഒടുവിൽ കല്ലുവിനെ തന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് കരുതി. ഇത്ര നേരം അവൾ വന്നിറങ്ങുന്ന ബസ് നോക്കി നിൽക്കുകയായിരുന്നു. സ്ഥിരം പോകാറുള്ള ബസ് പോയതിന് പിന്നാലെ 2 ബസ്സുകൾ കൂടെ കടന്നു പോകവേ കല്ലു എവിടെ എന്നൊരു ചോദ്യം മാത്രം കാശിയുടെ മുന്നിൽ ബാക്കിയായി. ഇനി എന്തെന്നൊരു ചോദ്യം മുന്നിൽ വന്ന് നിന്നപ്പോൾ തോന്നിയ മറ്റൊരു സംശയം കല്യാണി ഇനി വീട്ടുതടങ്കലിലായിരിക്കുമോ എന്നാണ്. ഉടനെ അമീറിൻ്റെ മുഖം അവൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി വന്നു. കല്ലു ഇന്ന് ജോലിക്ക് വന്നിട്ടുണ്ടോ എന്നെങ്കിലും അറിയണമെങ്കിൽ ആളെ വിളിക്കണമെന്ന് തോന്നി. അവസാനമായി തന്നെ കാണാൻ വന്നപ്പോൾ നമ്പർ തന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവിയിലേക്ക് പാഞ്ഞു വന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുതെന്ന്. കല്ലുവിനൊരു ആപത്ത് പിണയുമ്പോൾ എന്നേക്കാൾ വേഗത്തിൽ ഓടിയെത്താൻ കഴിയുക നിനക്കാണെന്ന്. ഒരു വലിയ ഉത്തരവാദിത്തം പൂർണ്ണമായും തനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടാണ് അവൻ അന്ന് യാത്ര പറഞ്ഞു പോയത്. ഫോൺ ചെവിയിൽ ചേർത്തുകൊണ്ട് കാശി അക്ഷമയോടെ മറുഭാഗം ഫോൺ എടുക്കുന്നത് നോക്കി കാത്തുനിന്നു. ഹലോ. അപ്പുറം ഫോൺ എടുത്ത് എന്ന് കണ്ടപ്പോൾ കാശി പൊടുന്നനെ ഫോൺ ഒന്നുകൂടെ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു. ഡോക്ടറെ കേൾക്കാമോ? അവൻ ഒന്നുകൂടെ എടുത്തു ചോദിച്ചു. കല്യാണി ഇതുവരെ സേഫാണ് കാശി. പക്ഷേ ഈ നിമിഷം മുതൽ അവൾ സേഫല്ല. ഇന്ന് രാത്രിയോടുകൂടെ പൂർണ്ണമായും അവളെ സുരക്ഷിതയാക്കണം. അമീർ മുഖവുര ഒട്ടുമില്ലാതെ പറഞ്ഞു. ഞാൻ എന്ത് വേണം? സാർ പറയുന്ന പോലെ ചെയ്യാം. കാശി ഒട്ടും ആലോചിക്കാതെ തന്നെ മറുപടി പറഞ്ഞു. അപ്പുറം അമീറിൻ്റെ വാക്കുകൾ കേൾക്കെ കാശിയുടെ ഞരമ്പുകൾ അത്രയും വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. ഓളോട് ഞാൻ അന്നേ പറഞ്ഞതാ ആ ശേഖരൻ ഒരു ഹിമാറാണെന്ന്. എന്നിട്ട് ആ പൂത്ത് വിശ്വസിച്ചില്ല. വിയുമ്മക്ക് അരിശം കയറി വരുന്നുണ്ടായിരുന്നു. അമീർ അത് കാണെ പതിയൊന്ന് ചിരിച്ചു. ഓളെ എനിക്ക് വിളിച്ചിറക്കി കൊണ്ടുവരാറിനില്ലേ? ബിയുമ്മ അമീറിനെ തർപ്പിച്ച് നോക്കി. ആ അതെ, ഞാൻ വിളിക്കാൻ കാത്തു നിൽക്കല്ലേ നിങ്ങളുടെ കല്ലുമോള്. അഥവാ ഞാൻ അങ്ങനെ വിളിച്ചാൽ പിന്നെ അവൾ അറക്കലോട്ട് വരുന്നത് പോലും നിർത്തും. തൽക്കാലം ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോവട്ടെ. അല്പനേരം ഇരുവർക്കും ഇടയിൽ മൗനം നിറഞ്ഞു നിന്നു. എങ്കിലേ ഉമ്മുമ്മ ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം. മൂത്തുമ്മ ഞാൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ കൈ മലർത്തിയേക്ക്. പിന്നെയും ചോദിച്ചാൽ ഉറങ്ങിയ പോലെ കിടന്നോ. അമീർ ബിയുമ്മക്ക് നേരെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് മടക്കി മുകളിലേക്ക് കയറ്റി. വല്ലാതെ അങ്ങ് തല്ലണ്ട, വിരട്ടിയാൽ മതി, ബിയുമ്മ പൊടുന്നനെ മറുപടി പറഞ്ഞു. ആരെ? അമീർ കണ്ണൊന്ന് മിഴിച്ചുകൊണ്ട് ബിയുമ്മയെ നോക്കി. പ്രഭാകരനെ. ബിയുമ്മ ചുണ്ടൊന്ന് ചുളക്കിക്കൊണ്ട് പറഞ്ഞു. അതിനാരാ പറഞ്ഞേ ഞാൻ അയാളെ കാണാൻ പോവുകയാണെന്ന്? അമീർ അതിശയം പൂണ്ടു. എൻ്റെ പോക്ക് കണ്ടറിഞ്ഞൂടെ? ഇന്ന് അയാൾ എൻ്റെ പെണ്ണിനെ കെട്ടുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് ഈ അടങ്ങിയിരിക്കൂ എന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടിയല്ല അറക്കലെ ബീവി. ബിയുമ്മ ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഒറ്റരുത്. അമീർ ദയനീയമായി ഉമ്മുമ്മയെ ഒന്ന് നോക്കി. ബിയുമ്മ പതിയെ മോണ കാട്ടി ഒന്ന് ചിരിച്ചു. ഈ 1, 2, 3 മുടിയുള്ള തലക്കകത്ത് അത്രയും ബുദ്ധിയാണല്ലേ?
അമീർ പിയൂമയുടെ തലയിൽ തടവി ആ നെറ്റിയിൽ ഒന്ന് മുത്തിവിട്ടുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. അമീർ കാറിലേക്ക് കയറാൻ നേരമാണ് ഫോൺ ബെല്ലടിച്ചത്. കാശിയാണെന്ന രീതിയിൽ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ പേര് അലീന എന്നായിരുന്നു. മാഷേ, ഫോൺ എടുത്ത പാടെ എന്നത്തെയും പോലെ ആ നീട്ടിപ്പിടിച്ച വിളി അവൻ്റെ ചെവിയിലെത്തി. അമീർ ആ വിളി കേൾക്കെ ചുണ്ടൊന്ന് കടിച്ചുകൊണ്ട് ചിരിയൊതുക്കി. നീ എന്നെ ഒറ്റിയല്ലേ? അമീർ പതിയെ ചോദിച്ചു. ഞാനോ? എപ്പോ? അവൾ അപ്പുറം അടക്കി ചിരിക്കുന്നുണ്ട്. നിന്റെ ആനിയമ്മയെയും അപ്പച്ചനെയും കണ്ടിരുന്നു ഇന്ന്. എങ്ങനെയുണ്ട് എന്നിട്ട്? അല്ലു അല്പം വീറോടെ ചോദിച്ചു. ഉഷിരൊട്ടും കുറയില്ല, നല്ല കൂടിയ ഇനമാണ്. അമീർ വസുമതിക്ക് ആനി കൊടുത്ത അടി ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു. ആര്? കല്ലുവിൻ്റെ ആനിയമ്മ. ഹാ, അപ്പം മാഷ് സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെന്താടോ അങ്ങനെ പറഞ്ഞത്? ആനിയമ്മയെയും നോക്കി ഒരാൾ ഒഴിഞ്ഞു മാറി നിൽപ്പുണ്ടായിരുന്നില്ലേ? അവറാച്ചൻ. അങ്ങേര് ഈ പ്രായത്തിനിടയിൽ കാണിച്ച അത്രയും ഉഷിരൊന്നും ഡോക്ടർ 3 ജന്മം തപസ്സിരുന്നാൽ കിട്ടത്തില്ല. അല്ലുവിൽ ചെറിയൊരു വെല്ലുവിളി. ഓഹോ, ആ നിൽപ്പ് കണ്ടപ്പോൾ ഞാൻ ഊഹിച്ചതായിരുന്നു ആത്മനിയന്ത്രണത്തിൽ ചവിട്ടി നിൽക്കുകയാണെന്ന്. അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല. അമീർ ഒരു നിമിഷം മുറുകിയ മുഷ്ടികളോടെ നെറ്റിയിൽ പിടയുന്ന ഞരമ്പുകളോടെ ശേഖരനെ നോക്കി നിന്ന അവറാച്ചനെ ഓർത്തുപോയി. പൊടുന്നനെ അതിനും തൊട്ടു മുന്നേ കണ്ടൊരു മറ്റൊരു മുഖം അവൻ്റെ മനസ്സിലേക്ക് അസ്വസ്ഥതയോടെ ഓടി വന്നു. മോളെ, അല്ലു. ആരെയാ? രാഹുൽ. അല്പം അസ്വസ്ഥതയോടെ തന്നെയാണ് അമീർ അത് ചോദിക്കുകയും ചെയ്തത്. രാഹുലേട്ടനോ? രാഹുലേട്ടൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. അല്ല, ഡോക്ടർക്ക് എങ്ങനെ അറിയാം? ഞാൻ ആളെ ഇന്ന് കണ്ടതും കല്ലുവിനെ കാണുമ്പോഴുള്ള അവൻ്റെ കണ്ണുകളിലെ തിളക്കവും ഒക്കെ അല്ലുവിനോട് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അമീറിൻ്റെ ഉള്ളിൽ അകാരണമായ ഒരു ഭീതി നിറഞ്ഞു തുടങ്ങിയിരുന്നു. എൻ്റെ മാഷേ, ഈ ഡോക്ടർമാർക്കും കുശുമ്പോ? അല്ലു അപ്പുറം ഇരുന്ന് പൊട്ടിച്ചിരിച്ചു. അതെന്താ, ഞങ്ങൾ മനുഷ്യന്മാരല്ലേ? അമീർ നെറ്റി ചൊളിച്ചു. അപ്പോൾ കുശുമ്പുണ്ട് എന്നതിൽ തർക്കമില്ലല്ലേ? അല്ലുവിൽ പിന്നെയും ചിരി. ഈ ലോകത്ത് അവളെ നിങ്ങളോളം സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല, അതെനിക്കുറപ്പുണ്ട്. നിങ്ങൾ ടെൻഷനാവാതെ, ഞങ്ങളൊക്കെ ഇല്ലേ? അവൾ എവിടെയും പോവില്ല, കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. അല്ലു അവനെ ആശ്വസിപ്പിച്ചു. അല്പനേരം കൂടെ കഴിഞ്ഞ് ഫോൺ വെക്കുമ്പോൾ അവൻ രാഹുലിൻ്റെ മുഖം മനസ്സിൽ നിന്നും തള്ളി നീക്കി കഴിഞ്ഞിരുന്നു. എൻ്റേതാണല്ലോ അവൾ, ഞാൻ ആർക്കെങ്കിലും വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? അമീർ സ്വയം ആശ്വസിപ്പിച്ചു. കയ്യിലിരുന്ന ഫോൺ പിന്നെയും ബെല്ലടിച്ചപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും മുക്തനായത്. അമീർ കാറിൻ്റെ ഡോർ തുറന്ന് ഉള്ളിൽ കയറി സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടു. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. റെഡിയല്ലേ? അമീർ പെട്ടെന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ. ഡോക്ടർ ഇങ്ങ് വാ. അപ്പുറം കാശി ആവേശം പൂണ്ടു. അമീർ ഒരു ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഇനി പ്രഭാകരൻ്റെ വീട്ടിലേക്ക്, അമീർ ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. തുടരും സൂര്യകാന്തി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണേ. താങ്ക്